വിഴിഞ്ഞം തുറമുഖത്തെ അദാനിയും മേനോൻ മുഖ്യനും ചേർന്ന് എഴുതി വിദേശ കമ്പനിക്ക് വിറ്റതിന് ശേഷം അതിനെ വെള്ളപൂശാൻ അല്ലെങ്കിൽ മേനോനെ അതിൽ നിന്ന് രക്ഷാപ്രവർത്തനം നടത്താനുള്ള ദൗത്യവുമായി മൗദൂദി ചാനൽ എത്തിയിട്ടുണ്ട്. സ്വാഭാവികം. കാര്യം, മംഗലാപുരത്ത് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മേനോനെ കൊണ്ടുപോയി സൽക്കരിച്ചത് മറ്റൊരു മൗദൂദിയാണല്ലോ. അപ്പോ ഇതിന്റെ പങ്ക് പറ്റുന്ന മൗദൂദികൾക്ക് ന്യായീകരിക്കേണ്ടി വരും. അതിന്റെ ഭാഗമായിട്ടാണ് രാവിലെ അദാനിയുടെ പണം മേടിച്ചുകൊണ്ട് മേനോന് വേണ്ടി ഒരു വിദഗ്ധ വിഴിഞ്ഞം വാർത്ത കൊടുത്തിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് സർക്കാർ 6000 കോടി മുടക്കിയെന്ന CPM വാദം തെറ്റ്. ആകെ 3764 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ വിഹിതമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ കണക്ക് നൽകി. CPM MLA-മാരുടെ ചോദ്യത്തിനാണ് മുഖ്യമന്ത്രി രേഖാമൂലം മറുപടി നൽകിയത്. കേട്ടല്ലോ, 6000 കോടി കഴിഞ്ഞ സർക്കാർ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി മുടക്കി എന്നുള്ളത് സത്യമല്ല. വെറും 4000 കോടി അടുപ്പിച്ച്, അതായത് 3700 സംതിങ് കോടി മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അദാനിയാണ് ശരി, അദാനിക്ക് വിറ്റ പ്രവർത്തനങ്ങൾ അത് തെറ്റാണെന്ന് ഒരിക്കലും CPM-ന് പറയാൻ പറ്റില്ല. അത്രേ. ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. വിഴിഞ്ഞം തുറമുഖം അദാനി ആകെ അവിടെ ഇൻവെസ്റ്റ് ചെയ്തത് 2000 കോടിയാണ്. ഇപ്പോ മുഖ്യനായിട്ട് പണമിറക്കി അവർ മേനോനെ കൊണ്ടുവന്നതിന് ശേഷം അദാനിയും മേനോനും ചേർന്ന് ഒരു വിദേശ കമ്പനിയെ കൊണ്ടുവന്ന് അവർക്ക് ഈ തുറമുഖം 13000 കോടി രൂപയ്ക്ക് ഷെയർ വിൽക്കുകയാണ്. ഒന്ന് ആലോചിക്കുക. വെറും 2000 കോടി കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട തുറമുഖം വിദേശത്ത്, അതായത് സ്വിറ്റ്സർലാൻഡിലുള്ള ഒരു കമ്പനിയെ വിളിച്ചുകൊണ്ടുവന്ന് അവർക്ക് 13000 കോടി ഒറ്റയടിക്ക് വീണത് 11000 കോടി രൂപയുടെ ലാഭം. ഒന്നും രണ്ടും പൈസയല്ല, 11000 കോടി രൂപ. ആ 11000 കോടി രൂപയിൽ 1 രൂപ കേരളത്തിന്റെ ഖജനാവിലേക്കല്ല, അദാനിയുടെ ബാങ്ക് അക്കൗണ്ടിൽ വീഴുന്ന ആ പണത്തെക്കുറിച്ച് ഈ നാട്ടിൽ ശക്തമായ ചർച്ച നടക്കുമ്പോൾ വഴിതിരിക്കാൻ വേണ്ടി 11000 കോടിയിൽ നിന്ന് മൗദൂദികൾ എത്ര വാങ്ങി നക്കി എന്ന് മാത്രം അറിഞ്ഞാൽ മതി. മേനോന് കിട്ടേണ്ടത് കട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി വിദേശത്ത് വല്ല അക്കൗണ്ടുകൾ ഇതിനു വേണ്ടി തുടങ്ങിയിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നാൽ മതി. പക്ഷേ തുറമുഖവുമായി ബന്ധപ്പെട്ട കച്ചവടത്തിൽ ഇവിടെ ഭരിച്ചിരുന്ന സർക്കാർ ആകെ 3700 സംതിങ് കോടി മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ. ബാക്കി 6000 കോടി എന്ന് പറയുന്നത് വെറുതെയാണ്. അതുകൊണ്ട് അദാനിക്ക് വിൽക്കാമത്രേ. അപ്പോ ഇങ്ങനെ ഒരു വാർത്തയുടെ ലക്ഷ്യം എന്തായിരിക്കണം? മേനോൻ ചെയ്ത പ്രവർത്തനങ്ങളെ ന്യായീകരിച്ചു കൊടുക്കണം. കേരളത്തിന്റെ സമ്പത്തായി മാറേണ്ട, വരും കാലങ്ങളിൽ കേരളത്തിന്റെ മാത്രം ഉടമസ്ഥതയിൽ നിൽക്കേണ്ട ഒരു പോർട്ടിനെ വിദേശത്തുള്ള ഒരു കമ്പനിക്ക് എഴുതി കൊടുക്കുമ്പോൾ നാളെ അവിടങ്ങളിലുള്ള ഒരുത്തൻ ഇവിടെ വന്ന് നിയന്ത്രിക്കുമ്പോൾ അന്ന് മൗദൂദിയും മേനോനൊക്കെ കിട്ടിയത് വാങ്ങി നക്കിയിട്ട് അവരവരുടെ പാട് നോക്കി പോകും. ഈ നാട്ടിൽ വരുന്ന തലമുറയ്ക്ക് കിട്ടേണ്ട ജോലിയും സമ്പത്തെല്ലാം വിദേശക്കാരനെ അടിച്ചുകൊണ്ടു പോകാൻ അവസരമുണ്ടാക്കിയിട്ട് ഇമാതിരി ന്യായീകരണം പറയുമ്പോൾ നാടത് മനസ്സിലാക്കേണ്ടതുണ്ട്. മൗദൂദികൾ മേനോനോടൊപ്പം നിന്ന് കേരളത്തെ എഴുതി വിറ്റ് ഒറ്റുകൊടുക്കാൻ നിൽക്കുന്നവരാണെന്ന് മനസ്സിലാക്കാൻ ഇതിനേക്കാൾ വലിയ ഉദാഹരണം വേണ്ട. എന്തായാലും ശരി, പിണറായി സർക്കാർ 6000 കോടി ചെലവഴിച്ചിട്ടില്ലത്രേ. അതായത് പോർട്ട് അവിടെ വന്നത് പിന്നെ പണമൊന്നും കൊടുക്കാതെ അദാനി സൗജന്യമായിട്ട് കൊണ്ടുവന്നതായിരിക്കും. വാ തുറന്ന പച്ച നുണ മാത്രം പറയുന്ന മേനോൻ എഴുതി കൊടുത്ത സഭയിലെ ഒരു പേപ്പറും പൊക്കിപ്പിടിച്ച് ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കണമെന്നുണ്ടെങ്കിൽ തൊലിക്കട്ടി ഉണ്ടല്ലോ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. കേരളത്തിനു വേണ്ടിയല്ല ഇവർ നിലകൊള്ളുന്നത്. കച്ചവടങ്ങൾക്കും അതിന്റെ ഓഹരി പറ്റി ഈ നാടിനെ ആർക്കെങ്കിലും വിറ്റു തുലയ്ക്കാൻ കൂട്ടുനിൽക്കുന്ന, ഒറ്റുകൊടുക്കാൻ നിൽക്കുന്ന കുലംകുത്തികളാണ് മൗദൂദി ചാനൽ എന്ന് തെളിയിക്കുന്നതാണ് ഈ വാർത്ത.